വയനാട് കൽപ്പറ്റയിൽ വിനോദസഞ്ചാരികളുടെ അപകട യാത്രയാണ് ദീപക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന വാർത്ത. കാറിന്റെ ഡോറിൽ കയറിയിരുന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം യാത്ര ചെയ്തത്. നിർമ്മാണം നടക്കുന്ന റോഡിലൂടെയായിരുന്നു അപകട യാത്ര. ഈ തരത്തിൽ യാത്ര ചെയ്യരുത് എന്ന് മറ്റ് യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും ഇവർ അവഗണിക്കുകയായിരുന്നു. ദീപക് മോഹൻ ഉണ്ട് നമുക്കൊപ്പം. ദീപക് മോഹൻ, കുറെ ദൂരം ഇങ്ങനെയായിരുന്നോ യാത്ര? സുജിയ, വയനാട്ടിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ കാറിന്റെ ഡോറിന്റെ അരികിൽ അപകടകരമായ വിധം യാത്ര ചെയ്തത് എന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിയത്. ഈ തിരികെ വയനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പ്രധാന പാത, അതായത് കൽപ്പറ്റയ്ക്ക് അടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, 2 വാഹനങ്ങൾ പോകുന്നുണ്ട്. രണ്ടും തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ്. മുൻപിൽ യാത്ര ചെയ്തിരുന്ന മാരുതി സ്വിഫ്റ്റിലെ യാത്രക്കാരനാണ് ഈ ഡോറിന്റെ അരികിലേക്ക് കയറിയിരുന്ന അപകടകരമായ വിധം യാത്ര ചെയ്തത്. അയാൾ അവിടെ ഇരുന്ന് ഇളകുന്ന സമയത്ത് വാഹനം പൊളയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സുജയ. ഓക്കെ, ദീപക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കാറിന്റെ ഡോറിലിരുന്നാണ് അഭ്യാസം. കൽപ്പറ്റയിലാണ് ഈ സംഭവം. ഈ യാത്ര ചെയ്തവരെ തിരിച്ചറിഞ്ഞോ ദീപക്? സുജയ, നിലവിൽ ഇവർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശികളാണ് എന്നുള്ള വിവരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ച വാഹന ഉടമയ്ക്ക് നിലവിൽ നോട്ടീസ് അയക്കാനാണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ഇപ്പോൾ ഉള്ളത്. കർശന നടപടിയെടുക്കണം. എത്രയെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടു നിൽക്കുന്നത് തോന്നുന്നപടി യാത്ര ചെയ്യാനുള്ളതാണോ വഴി എന്ന് പറയുന്നത് പൊതു സ്വത്താണ്, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് അപകടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാക്കുന്നത് എന്തിനാണ്? അപ്പോൾ കാറിനുള്ളിലിരുന്ന് യാത്ര ചെയ്യാനാണ് കാർ, അല്ലാതെ തല പുറത്തേക്കിട്ട് ശരീരഭാഗങ്ങളെല്ലാം പുറത്തേക്കിട്ട് യാത്ര ചെയ്യാനുള്ളതല്ല. അപ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷിതത്തോടൊപ്പം തന്നെ റോഡിൽ യാത്ര ചെയ്ത് വരുന്ന മറ്റാളുകളുടെ സുരക്ഷിതത്വം കൂടി നമ്മൾ ഉറപ്പാക്കണമെന്ന് മാത്രം പറയുന്നു.